ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാമിംഗ് ജിഞ്ചർ ആൻഡ് കോളിഫ്ലവർ ബോൾ. നമുക്കും ഒന്ന് വെസ്റ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നൊരു ക്ലൗഡി വെതറൊക്കെയാണ്. അന്നേരം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബീൻസ്, ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. പിന്നെ വേണ്ടത് ഗാർലിക്ക്, പിന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് കോക്കനട്ട് മിൽക്ക്, പിന്നെ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ജാസ്മിൻ റൈസ് ആണ്. പിന്നെ വേണ്ടത് സ്പിനാച്ച്, ബേബി സ്പിനാച്ച്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു കോളിഫ്ലവറിൻ്റെ ഒരു പാക്ക്. ബേബി സ്പിനാച്ച് നമുക്ക് നാട്ടിലെ ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേണ്ടത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സോയാ സോസ് വേണം, വെജിറ്റബിൾ സ്റ്റോക്ക് പേസ്റ്റ് വേണം, ജിഞ്ചർ പ്യൂരി ആൻഡ് ടൊമാറ്റോ പ്യൂരി. ദിസ് മച്ച് ഓഫ് തിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളിഫ്ലവർ നമുക്ക് ഒരു 200 ഡിഗ്രിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒരു 200 ഡിഗ്രിയിൽ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് ഓയിലും പെപ്പറൊക്കെ വെച്ച് ഒരു 10-13 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക. എയർ ഫ്രയറിൽ എടുക്കുക. ഇതിനകത്ത് നമ്മളൊരു 200 ഡിഗ്രി സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു 13 മിനിറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുക. 13 മിനിറ്റ് ഒരു 12 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്കൊരു റോസ്റ്റഡ് ഒരു രീതിയിലേക്ക് കിട്ടും. ഓക്കെ, ബാക്കി ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ വെളുത്തുള്ളി ഒന്ന് ഇടിച്ചെടുക്കാം. വെളുത്തുള്ളി നമുക്കൊന്ന് നമ്മുടെ പ്രാചീനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെളുത്തുള്ളി സെറ്റ് ചെയ്തെടുക്കുന്നത്. ചാടിപ്പോകുന്നു എന്നിട്ട് ഓടി വാ. നല്ലപോലെ ഞെരിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു പരുവത്തിൽ ആകുമ്പം സെറ്റ് ചെയ്തു. അരി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അരി ഒന്ന് കഴുകി ഒരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് സെറ്റാക്കി വെക്കണം. എന്നാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കോളിഫ്ലവർ ഇങ്ങനെ ഒരു മുരിഞ്ഞ് നല്ലൊരു അത്യാവശ്യം ക്രിസ്പി എന്നുള്ള രീതിയിൽ അത്യാവശ്യം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ ഓയിലിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ എയർ ഫ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഓയിലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ അരി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ടൈമിൽ ഒരു വാട്ടർമെലൺ ജ്യൂസ് അടിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് അവിടെ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഹീറ്റ് ചെയ്യുക.
എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ എടുക്കുക, ഗാർലിക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഗാർലിക്ക് ഇതിനകത്തേക്ക് ഇടുക. അതോടൊപ്പം നമ്മുടെ പ്യൂരി, ആരും റോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യരുത്, ടൊമാറ്റോ പ്യൂരി. ഓക്കെ, പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണത്തേക്ക് നമ്മുടെ ജിഞ്ചർ ഇട്ട് കൊടുക്കുക. ചൂടായ പാനിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യണം. ഇത് കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോയാണ്. നമ്മൾ സാധാ രീതിയിൽ ടൊമാറ്റോ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ജിഞ്ചർ. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഓവർ ഓയിൽ ഒഴിക്കാൻ നോക്കണം. ഓവർ ഓയിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിത്തരും. ഇതൊരു 1 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുക. 1 മിനിറ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സോസും നമ്മുടെ പ്യൂരി ടൊമാറ്റോ പ്യൂരിയും ഗാർലിക്ക് അതെല്ലാം ഒന്ന് ആയതിന് ശേഷം നമ്മുടെ കോക്കനട്ടിൻ്റെ മിൽക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് ബീൻസ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ബീൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്യണം. വെജിറ്റബിൾ സ്റ്റോക്ക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇതൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കേണ്ടി വരും. അന്നേരം തീ അധികം ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടെങ്കിൽ ഷുഗർ കൂടി ആഡ് ചെയ്യുക. ഷുഗർ ഒരു അധികമൊന്നും ആഡ് ചെയ്യരുത്, വളരെ കുറച്ച് മാത്രം, വളരെ കുറച്ച്. ഞാനിവിടെ വൈറ്റ് ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത്, ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ കുറച്ച് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ചൂടുവെള്ളം, ഇപ്പോൾ നമ്മുടെ
ആവശ്യത്തിന്. ഇത് കുറച്ച് കണ്ടൻസ്ഡാണ്, അന്നേരം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓവർ വേണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തീ കൂട്ടി വെക്കുക. ഒന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വരാൻ വരെ നമ്മൾ തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കുക. ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നു. അന്നേരം ഒരു 5-6 മിനിറ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീര, സ്പിനാച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പിനാച്ചും ഇത് എല്ലാം കൂടെ വീണ്ടും നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. മീൻസ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ആ സ്പിനാച്ച് ഒന്ന് സെറ്റായി വരാവുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സോയാ സോസ് ഒന്ന് ആഡ് ചെയ്യുക. സോയ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അന്നേരം ചെക്ക് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി സാൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ സാൾട്ടും കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അത് അസ്യൂർ വിഷ്, നമുക്ക് എങ്ങനെയാണ് ആവശ്യം അതുപോലെ. ഇപ്പോൾ നമ്മൾ ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോയാ സോസ് ഒന്ന് ആഡ് ചെയ്യുക. സോയാ സോസ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു സോയ സോസും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സോയ സോസിന് ഒരു എന്താ പറയുക, കുറച്ചൊരു മധുരം, ഒരു പുളി ഒക്കെ പോലത്തെ ഒരു നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റിലേക്ക് വരും. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എയർ ഫ്രൈയിൽ സെറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ട്, അത് എടുക്കുക. കോളിഫ്ലവർ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിൽ തീ ഒന്ന് സ്ലിമ്മിൽ വെക്കുക, വളരെ സ്ലിമ്മിൽ വെക്കുക. സ്ലിമ്മിൽ വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കറിയെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ചോറിന് കൂടെ കൂട്ടാനും
ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പാത്രത്തിലേക്കോ എങ്ങോട്ടെങ്കിലും സെർവ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. അതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യാൻ മറക്കരുത് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഫൈനലായിട്ട് വരുന്നത്, നമ്മുടെ കറീൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇനി ഇത് നമ്മൾ ഒരു നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ അന്നൊരു ദിവസം ഹെവി ആയിട്ട് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കഴിച്ചാൽ മതി. എല്ലാ പ്രോട്ടീനും ഉണ്ട്, അത്യാവശ്യത്തിന് കാർബും ഉണ്ട്, എല്ലാം അടങ്ങിയൊരു നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും ബൈ. അടുത്ത പ്രാവശ്യം ഇതിലേറെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വെറൈറ്റി ഡിഷുകൾ, അതാണ് നമ്മുടെ മെയിൻ.